സർക്കാർ സർവീസിലിരിക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന വാക്കുകളാണ് നിങ്ങളിനി കേൾക്കാൻ പോകുന്നത്. DGP ആയിട്ട് റിട്ടയർഡ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതുവരെ ഞാൻ MLAയോട് കടപ്പെട്ടിരിക്കും എന്ന് പറയുന്നത് പത്തനംതിട്ടയിലെ SP സുജിത് ദാസ് ആണ്. നിർഭയമായും പക്ഷപാതരഹിതമായും നിയമവാഴ്ച ഉയർത്തിപ്പിടിച്ചും സേവനം നടത്തേണ്ട ഒരു ഉദ്യോഗസ്ഥൻ. MLAക്ക് ഒരു സഹോദരനെ പോലെ കരുതാൻ പറ്റുമെങ്കിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എന്നെയും കൂടി വെച്ചേക്കണം എന്നുകൂടി പറയുന്നു. എന്താണ് പ്രത്യുപകാരമെന്നല്ലേ? കേസിൽ നിന്ന് ഒന്നൊഴിവാക്കിയേക്കണം. കേട്ടു. എന്റെ ഒരു കാര്യപ്രാപ്തിക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല. എന്തായാലും 25ാമത്തെ വയസ്സ് സർവീസിൽ കയറിയതാ. DGP ആയിട്ട് റിട്ടയർ ചെയ്യാൻ ആരോഗ്യവും ആയുസും തന്നാൽ ഈശ്വരൻ. അതുവരെ ഞാൻ MLAയോട് കടപ്പെട്ടിരിക്കും. MLA ഒരു സഹോദരനോട് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ കരുതാൻ പറ്റും എനിക്കറിയില്ല. MLAക്ക് ഒരു സഹോദരനെ പോലെ കരുതാൻ പറ്റിയെങ്കിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എന്നെയും കൂടെ വെച്ചേക്കണം. ഞാൻ നിലമ്പൂരുകാരൻ അല്ലെങ്കിൽ പോലും. DGP ആയി റിട്ടയർ ചെയ്യുന്നതുവരെ ഞാൻ ആ കടപ്പാട് MLAയുമായി വെച്ചേക്കുമെന്ന് പറയുന്നത് ഇത്തരം ബന്ധങ്ങളൊന്നും സൂക്ഷിക്കാൻ പാടില്ലാത്ത, കമ്മിറ്റഡായൊരു ബ്യൂറോക്രസിയാകാൻ പാടില്ലാത്ത പോലീസ് സേനയിലെ ജില്ലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതേ പോലീസ് ഉദ്യോഗസ്ഥൻ ഫോൺ സംഭാഷണത്തിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നത് കൂടി കേൾക്കുക. ആഭ്യന്തര വകുപ്പിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ചും പറയുന്നുണ്ട് SP സുജിത് ദാസ്. MR അജിത് കുമാർ ഇപ്പോൾ സർവശക്തനായി നിൽക്കുന്നതുകൊണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിൻ്റെ വലിയ അടുപ്പമുള്ളതുകൊണ്ടും ഇയാളെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ പേടിയാണെന്നും പറയുന്നു SP. MR അജിത് കുമാറിന്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ്, കാരണം ഇയാളുടെ ഇപ്പൊ ഒരു സർവശക്തനായി നിൽക്കുന്നത് കൊണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലിയ അടുപ്പം ഉള്ളത് കൊണ്ടും ഇയാളെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പേടിയാണ്. അത് ഞാനൊരു ഉദാഹരണം പറയാം. അത് ഞങ്ങൾ കേഡറിൽ വരുമ്പോൾ ഞങ്ങളൊക്കെ സർവീസ് എഴുതുന്നത് തന്നെ ഈ വിജയൻ സാറിന്റെ ഒരു തീവ്ര ആരാധകരായിട്ടാണ്. കാരണം ഒരു സാധാരണക്കിടയിൽ നിന്ന് വന്ന മനുഷ്യൻ, ഒരു കല്ല് വെട്ടുകാരനായ മനുഷ്യൻ കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്നു, സർവീസിൽ വരുന്നു, എന്നിട്ട് അയാൾ സ്റ്റുഡൻസ് പോലീസ് കളക്ടറുടെ വലിയ ഒരു പോപ്പുലർ ആകുന്നു. അത്രയും പ്രശസ്തിയിൽ നിൽക്കുന്ന മനുഷ്യനും ഭയങ്കര നമുക്കൊക്കെ പേടിയായിരുന്നു സത്യത്തില്. അതായത് അത്രയും പുള്ളിക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു വലിയ പോപ്പുലർ ഫിഗർ ആണെങ്കിൽ പോലീസിന്റെ കാര്യത്തിൽ നന്നായി ജോലി ചെയ്യിപ്പിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പൊ അതിൽ നമ്മൾ പേടിയായിരുന്നു. അപ്പൊ അത്രയും സർവശക്തനായിരുന്ന ഒരു മനുഷ്യനെ പുള്ളി ഒരു ഇദ്ദേഹം അദ്ദേഹത്തെ നശിപ്പിച്ചു കളഞ്ഞില്ലേ, സസ്പെൻഡ് ചെയ്തത്. അപ്പൊ അതിനൊക്കെ ഒരൊറ്റ കാര്യമുള്ളൂ MR അജിത് കുമാർ എന്ന് പറഞ്ഞാൽ. അപ്പം ഇദ്ദേഹം ഇത്രയും ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളായിട്ട് നിൽക്കുകയാണ്. P. വിജയൻ IPSനെ ആരാണ് തകർത്തത് എന്നുകൂടി പറയുകയാണ് പത്തനംതിട്ട SP. ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നത് ഇതൊക്കെയാണെന്ന് SP പറയുമ്പോൾ ഈ ആഭ്യന്തര വകുപ്പിനൊരു നാഥനില്ലേ എന്ന ചോദ്യം പ്രസക്തമാകും. ആഭ്യന്തര വകുപ്പിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് സംശയം തോന്നുന്ന തരത്തിലാണ് സുജിത് ദാസിൻ്റെ സംഭാഷണം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി പറയുന്ന കാര്യങ്ങളെല്ലാം MR അജിത് കുമാർ ചെയ്തു കൊടുക്കുന്നുവെന്നും സുജിത് ദാസ് പറയുന്നുണ്ട്. ഗുരുതരമായ ആക്ഷേപങ്ങളാണ്. ആഭ്യന്തര വകുപ്പിനെ അവമതിപ്പുണ്ടാക്കുകയും ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണമാണ് സുജിത് ദാസ് നടത്തിയിരിക്കുന്നത്. കേൾക്കാം. അദ്ദേഹം അങ്ങനെ ഗവൺമെൻറ്റിന് വേണ്ടപ്പെട്ട ആളായിരുന്നെങ്കിൽ ഈ സാജൻ സ്കറിയയുടെ കാര്യത്തിൽ, മറുനാടൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അവനെ രക്ഷപ്പെടുത്താൻ ഇത്രയും വലിയ ശ്രമം അയാൾ നടത്തിയത്? ഇവന് എവിടെയൊക്കെ ഉണ്ട്? ആദ്യത്തെ ഘട്ടത്തിൽ ഇവന് ജാമ്യം കിട്ടാതെ ഒളിവ് പോയ സമയത്ത് MR എന്നോടും കൂടെ പറഞ്ഞതാണ്, MLA ഒന്ന് അന്വേഷിക്കണം, എവിടെയാണ് ഇവന് ഉള്ളത് എന്നുള്ളത് വിവരം കിട്ടിയാൽ അറിയിക്കണം. അങ്ങനെ ഇവൻ പൂനെയിലുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ട്, കൃത്യമായ വിവരം നമുക്ക് കിട്ടിയത്, ഇവൻ്റെ ബ്രദർ അവിടെ ഒരു അച്ഛനാണ്, അയാൾക്ക് പല സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. അവിടുന്ന് പോലീസ് എത്തിയപ്പോഴേക്ക് അവനും അവിടുന്ന് മുങ്ങി. അതൊക്കെ കൃത്യമായ വിവരമാണ്. അങ്ങനെ ലൊക്കേഷൻ വരെ നമുക്ക് കിട്ടി. ഈ വിഷയങ്ങൾ ഇദ്ദേഹത്തിന് കൺവേ ചെയ്തു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും അതിൻ്റെ സീനിയർ ഓഫീസറോട് അല്ലാതെ വേറെ ഒരാളോടും ഈ വിവരം പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ പോലീസ് അവിടെ പോയി ആ പരിസരത്ത്. പക്ഷേ സാജൻ സ്കറിയ ആ സമയത്ത് അവിടെ ചെന്നില്ല. അതോടുകൂടിയാണ് എനിക്ക് ഡൗട്ടാവുന്നത്. മനസ്സിലായോ? പിന്നെ അത് നമ്മൾ വാച്ച് ചെയ്ത് എന്ത് സംഭവിച്ചെന്ന് അറിയുമ്പം ഈ MR അജിത് കുമാർ തന്നെയാണ് ഈ വിവരം കൊടുക്കുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ ഹോം ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ വിചാരമില്ലല്ലോ, അവിടെയല്ലേ പ്രശ്നം? എനിക്കത് തോന്നുന്നില്ല. അവരത് മനസ്സിലാക്കണ്ടേ. ഇത്രയും ഈ ഒരു കോലത്തിൽ ഈ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും മിനിസ്റ്റേഴ്സിനെയും ഇതുപോലെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നല്ലേ അവനെപ്പോഴും.
അവനെ MR സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മാജിക് എന്ന് എനിക്ക് തോന്നുന്നത് ശശി സാർ പറയുന്ന എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ശശി സാർ പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിനും പുള്ളി അതിന്റെ അപ്പുറത്തേക്ക് ഒരു അണുകൂടെ വ്യത്യാസമില്ലാതെ ചെയ്യുന്നുണ്ട്. അതാവാം, അത് തന്നെയാവാം അവരുടെ ഇക്വേഷൻ. ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് യഥാർത്ഥത്തിൽ സുജിത് ദാസ് നടത്തുന്നത്. ആഭ്യന്തര വകുപ്പിലും പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നാണ് ചോദ്യം. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, ഒരു സിവിൽ സർവൻ്റ് പാലിക്കേണ്ട ഒരു ചട്ടവും പാലിക്കാതെയാണ് സുജിത് ദാസ് MLA യോട് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. MLA സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നത് ആദ്യത്തെ ഗുരുതരമായ വീഴ്ച. MLA യോട് സർവീസ് കാലയളവിൽ DGP ആയി തീരുന്നതുവരെയുള്ള കാലയളവിൽ താൻ കടപ്പെട്ടിരിക്കും എന്നൊരു ഓഫർ വയ്ക്കുന്നത് രണ്ടാമത്തെ വീഴ്ച. മൂന്നാമത്തത്, നിഷ്പക്ഷമായും പ്രവർത്തിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ MLA യോട് തൻ്റെ കാര്യസാധ്യക്ക് വേണ്ടി അദ്ദേഹം കടപ്പെട്ടിരിക്കുമെന്ന് പറയുന്നത് മറ്റൊരു വീഴ്ച. ഇനി ആഭ്യന്തര വകുപ്പിൽ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGPയും തമ്മിലുള്ള സംസർഗത്തെക്കുറിച്ചും അവരുടെ പവർ ഗ്രൂപ്പിനെക്കുറിച്ചും MLA യോട് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വീഴ്ച. ഇനി ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ആഭ്യന്തര വകുപ്പിലെ ഈ ADGPയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ് ആഭ്യന്തര വകുപ്പിന് അവമതിപ്പുണ്ടാക്കുന്നത് മറ്റൊരു വീഴ്ച. അങ്ങനെ നിരവധി വീഴ്ചകളുടെ ഒരു തുടർച്ചയാണെന്ന് സുജിത് ദാസ് നൽകിയിരിക്കുന്ന ഫോൺ സംഭാഷണത്തിലുള്ളത്. അതൊക്കെ അദ്ദേഹത്തിന് വ്യക്തിപരമായി സർവീസ് ചട്ടം അനുസരിച്ച് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാവുന്നതോ അതല്ലെങ്കിൽ സർവീസിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാവുന്നതോ ആയ വകുപ്പുകളാണ്. പക്ഷേ നമ്മളെയും അത്ഭുതപ്പെടുത്തുന്നത് ഈ ആഭ്യന്തര വകുപ്പിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നത് അതേപടി ചെയ്തു കൊടുക്കുന്ന ഒരാളായി ADGP MR അജിത് കുമാർ തുടരുന്നുണ്ട് എന്ന് SP പറയുമ്പോൾ എന്താണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമല്ലേ TV പ്രസാദ്? നമ്മുടെ ആഭ്യന്തര വകുപ്പിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ? ഉറപ്പായും അരുൺ, അങ്ങനെ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ സമൂഹത്തിൽ ഉള്ളതാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി പറയുന്നതിനനുസരിച്ചാണ് ആ ഹെഡ്ക്വാർട്ടേഴ്സിലെ കിരീടം വെക്കാത്ത രാജാവായ ADGP അജിത് കുമാർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പലതവണ ആരോപണങ്ങളായി ഉയർന്നതാണ്. പലതവണ എടുത്ത കേസുകൾ സംബന്ധിച്ചും സമൂഹത്തിൽ പലതവണ ചർച്ച ചെയ്തിട്ടുമുള്ളതാണ്. ഇതേതെങ്കിലും ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ വാക്കുകളല്ല അരുൺ. ഇത് സംസ്ഥാനത്തെ തന്നെ പോലീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാക്തിക ചേരിയിൽ ഒരാളായ സുജിത് ദാസിന്റെ വാക്കാണ്. സുജിത് ദാസ് മലപ്പുറം SP ആയിരുന്നു, നിലവിൽ പത്തനംതിട്ട SP ആണ്. അതായത് MLA കൊടുത്ത ഒരു പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിലെ മുഴുവൻ അരമന രഹസ്യങ്ങളും ചോർത്തുന്ന രീതിയിലേക്ക് SP സുജിത് ദാസ് മാറി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗൗരവമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും സുജിത് ദാസിനെ ഇനിയിപ്പോൾ സർവീസിൽ വെച്ചിരിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. നമ്മൾ കേട്ട വിവരം ശരിയാണെങ്കിൽ സുജിത് ദാസിനെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിപ്പിച്ചു എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഉടനടി നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരത്തെ അരുൺ അക്കമിട്ട് നിരത്തിയ ചട്ടലംഘനങ്ങൾ, അതായത് പോലീസ് സർവീസിൽ പാലിക്കപ്പെടേണ്ട അച്ചടക്കം, അത് അപ്പാടെ ലംഘിക്കുന്ന നിലയിലേക്ക് ഒരു SP മാറിയതും സർവശക്തനായ SP മാറി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺ. കാരണം ഒരു SPയെ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി അറിയാം എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമായി ADGP അജിത് കുമാറിനുള്ള ബന്ധവും P ശശി പറയുന്ന കാര്യങ്ങൾ അപ്പാടെ നടപ്പിലാക്കുന്ന പാർട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള പവർഫുൾ ADGP ആണ് അജിത് കുമാർ എന്ന് വളരെ കൃത്യമായി സുജിത് ദാസ് പറഞ്ഞു വെക്കുകയാണ്. അത് പറഞ്ഞു വയ്ക്കുന്നത് ഒരു MLA യോടാണ് എന്ന കാര്യം ഓർക്കുകയും വേണം. മാത്രമല്ല അരുൺ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സുജിത് ദാസിനെതിരായ പരാതി പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി PV അൻവറിനോട് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് രഹസ്യങ്ങളാണ്. അതല്ലാതെ വെറുതെ ഒരു വീമ്പ് പറച്ചിലല്ല. യഥാർത്ഥത്തിൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇതിൽ P ശശി പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കുന്ന ADGP അജിത് കുമാറിന്റെ കാര്യം മാത്രമല്ല ഇതിലേക്ക് വരുന്നത്. പകരം P വിജയനെ ഒതുക്കിയത് ADGP അജിത് കുമാറാണെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിവിൽ പോലീസ് ഓഫീസർ അല്ല അരുൺ, ഒരു SP ആണ് പറയുന്നത്. മലപ്പുറത്ത് ഇത്രയേറെ വിവാദ വിഷയങ്ങൾ ഉണ്ടായിട്ടും സുജിത് ദാസിനെ ഈ സർക്കാർ തൊട്ടില്ല, ഒരു നടപടിയും എടുത്തില്ല, സ്ഥലം മാറ്റുക പോലും ചെയ്തില്ല. സസ്പെൻഷൻ ചെയ്തില്ല എന്ന കാര്യം വിട്, സ്ഥലം മാറ്റുക പോലും ചെയ്തില്ല. അങ്ങനെയുള്ള സർവശക്തനായ SP ആയ ഈ സുജിത് ദാസ് ആണ് ഈ കാര്യങ്ങളെല്ലാം
ഓരോന്നായി PV അൻവറിനോട് പറയുന്നത്, അരുൺ ഒരു കാര്യം ഉറപ്പാണ്, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നാണക്കേടുണ്ടായ ഒരു സംഭവമാണ് സുജിത് ദാസിന്റെ നാവിലൂടെ പുറത്തു വന്നത്. പിണറായി സർക്കാർ അധികാരത്തിലെത്തി 8 വർഷം പിന്നിടുന്ന സമയത്ത് ഒരു SP-യുടെ വായിൽ നിന്നും വരാത്ത വാക്കുകളാണ് ഈ സർക്കാരിനെ തന്നെ നാണം കെടുത്തുന്ന രീതിയിൽ ഒരു SP-യുടെ വായിൽ നിന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിഥികളിലേക്ക് കൂടി പോകുന്നു. TV പ്രസാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായ വീഴ്ചയാണ് SP-യുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സർവീസ് ചട്ട ലംഘനം നടത്തുന്നു. പക്ഷേ അതിനുമപ്പുറം ജ്യോതികുമാർ ചമക്കാല ഈ സംഭാഷണത്തിന് ഒരു ഭാഗം, വളരെ കുറച്ചു ഭാഗങ്ങൾ മാത്രമേ നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിച്ചുള്ളൂ. അതിൻ്റെ പൂർണ്ണരൂപം ഞങ്ങൾ നേരത്തെ സംപ്രേഷണം ചെയ്തിരുന്നു. ജ്യോതികുമാർ അത് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ജ്യോതികുമാർ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ട കേസിലടക്കം പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നുണ്ട് ഈ വിഷയത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ. ആരോട് പറയുന്നു? നമ്മളുടെ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിടാൻ പറയുന്നതായി ഉള്ള ഭാഗങ്ങൾ പോലും പുറത്തു വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ആഭ്യന്തര വകുപ്പിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഒരു SP തന്നെ പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളമുണ്ട്? അതൊന്ന്. നമ്പർ 2, ഒരു ADGPയെ മാറ്റാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രമിക്കാത്തത്, അല്ലെങ്കിൽ ഒരു SP മാറ്റാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തതെന്ന് മറ്റൊരു SP ഒരു MLAയോട് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. മാത്രവുമല്ല, താൻ സർവീസിലുള്ള കാലയളവ് വരെ MLAക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിച്ചു കൊള്ളാമെന്ന സന്ദേശം കൂടിയാണ് ഈ സുജിത് ദാസ് നൽകുന്നത്. അതൊരു വലിയ ചട്ടലംഘനമല്ലേ? അതിനുമപ്പുറം ആഭ്യന്തര വകുപ്പിലുള്ള ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ളൊരു വെളിപ്പെടുത്തൽ കൂടിയല്ലേ ഇത്? ഞെട്ടിക്കുന്നതല്ലേ ജ്യോതികുമാർ ചമക്കാല SP-യുടെ സംഭാഷണം? അവരുടെ തീർച്ചയായിട്ടും ഈ SP-യുടെ സംഭാഷണം, MLAയോട് നടത്തിയിട്ടുള്ള സംഭാഷണം ഞെട്ടിപ്പിക്കുന്നതാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ്. ഇവിടെ നോക്കൂ, സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ അവിടെ സംസ്ഥാനത്തിൻ്റെ DGPയോ കടന്നു വരുന്നില്ല ആ ചർച്ചയിൽ. കാരണം എന്താണ്? ഇവർക്ക് രണ്ടുപേർക്കും ഈ സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ ഒരു റോളുമില്ല എന്നത് തന്നെയാണ്. മറിച്ച് അവിടെ വരുന്നത് സംസ്ഥാന ആഭ്യന്തരമന്ത്രിയായി പ്രവർത്തിക്കുന്ന P ശശിയും സംസ്ഥാന DGP ആയി പ്രവർത്തിക്കുന്ന ADGP അജിത് കുമാറിനെ സംബന്ധിച്ചുമാണ് ചർച്ചകൾ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ പോലീസിനെ നിയന്ത്രിക്കുന്നത്, സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരത്തെ നിയന്ത്രിക്കുന്നത് ഇവർ രണ്ടുപേരുമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് DGP ആണോ MR അജിത് കുമാർ എന്ന് പോലും പലർക്കും സംശയമുണ്ട് ഇപ്പോൾ. കാരണം നമ്മുടെ സംസ്ഥാനത്തെ DGPയെ സംബന്ധിച്ച് DGPയുടെ പേര് ചോദിച്ചാൽ എത്ര മലയാളികൾക്ക് ഇപ്പോൾ അറിയാം എന്നതിനെ സംബന്ധിച്ച് എനിക്ക് ആശങ്കയുണ്ട്. ഏതായാലും അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ ഒരു IPS ഓഫീസർ, ആ IPS ഓഫീസർ സ്വാഭാവികമായും പോലീസ് സേനയിലാണ് ഏറ്റവും കൂടുതൽ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത്. ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഫോഴ്സ് പോലീസ് സേനയാണ് കേരളത്തെ സംബന്ധിച്ച്. അതിലെ ഏറ്റവും എന്താ പറയുന്നത്, അച്ചടക്ക രാഹിത്യമാണ് ഈ SP-യുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. മറുഭാഗത്ത് ഇതിനകത്ത് MLA സംബന്ധിച്ച് MLA എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുകയും എതിർ ഭാഗത്തെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ MLA ഈ സർക്കാർ തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ക്രെഡിബിലിറ്റി, നമ്മുടെയൊക്കെ എൻ്റെയും അരുൺകുമാറിൻ്റെയും പൊതുപ്രവർത്തകരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഏറ്റവും പരമപ്രധാനമായ സ്വഭാവശുദ്ധി എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് MLA ആകട്ടെ, അത് പോലീസ് ഓഫീസറാകട്ടെ. ഇവിടെ ഇത്തരത്തിലൊരു സംഭാഷണം സ്വാഭാവികമായിട്ട് നമുക്ക് ഈ സംഭാഷണം കേൾക്കുമ്പോൾ അറിയാം. ഞാൻ പറയുന്നു 100% ഒറ്റ കാര്യം നിലനിർത്തിക്കൊണ്ട് പറയുന്നത്, ഈ പറയുന്ന സുജിത് ദാസ് നടത്തിയിട്ടുള്ളത് അച്ചടക്ക ലംഘനമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ അത് പറയുമ്പോഴും ഇവിടെ ഈ അൻവറെ സംബന്ധിച്ച് ഈ വാർത്ത പുറത്തു വന്നത് എങ്ങനെയാണ്? അൻവർ തന്നെയാണ് പുറത്തു കൊടുക്കുന്നതെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അപ്പോൾ അൻവറിനെ സംബന്ധിച്ച്, PV അൻവറിനെ സംബന്ധിച്ച്, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി, ഇനി MLA എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് ആരെങ്കിലും ഫോണിൽ സംസാരിക്കുമോ? അദ്ദേഹത്തോട് സംസാരിച്ചാൽ അദ്ദേഹം ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് പുറത്തു കൊടുക്കുന്നു. അപ്പോൾ ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നം അവിടെ നിൽപ്പുണ്ട്. രണ്ടാമത്തേത്, MLAയെ സംബന്ധിച്ച് MLA സംസാരിക്കുന്നത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരായിട്ടാണ്. മൂന്നാമത്തേത്, ഇന്നലെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറം SP ശശിധരനുമായി അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ചറിയാം. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായി അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി എടുത്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അറിയാം. ഇന്ന് അദ്ദേഹം സത്യാഗ്രഹം നടത്താൻ വേണ്ടി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ, അത് എന്താ പറയുന്നത്, ലൈഫ് മിഷൻ്റെ ഇതേക്കുറിച്ചൊക്കെ പറയുന്നത് അത് പേരിന് വേണ്ടി പറയുകയാണ്. അവിടെ ഏറ്റവും ഗൗരവമുള്ള ഒരു ആരോപണം ഇടതുപക്ഷത്തിൻ്റെ MLA പറഞ്ഞിരിക്കുന്നത്, സംസ്ഥാനത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കുന്ന ADGP MR അജിത് കുമാർ ഒരു കേസിൽ അദ്ദേഹം വാദിയായും, അതായത് ഈ അൻവർ വാദിയായും ഷാജൻ സ്കറിയ പ്രതിയുമായിട്ടുള്ള കേസിൽ ശ്രീ ഷാജൻ സ്കറിയെ സഹായിക്കാൻ വേണ്ടി 2 കോടി രൂപ കൈപ്പറ്റി എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ഒരു MLA ആണ്, ഇടതുപക്ഷ MLA ആണ്, ഇടതുപക്ഷ സർക്കാരിനെ, ആഭ്യന്തര വകുപ്പിനെയും പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന ഒരു MLA ആണ് എന്ന് പറയുന്നു. ആ ആരോപണം ആർക്ക് നേരെയാണ് PV അൻവർ ഉന്നയിക്കുന്നത്? MR അജിത് കുമാറിനെതിരെയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ.
സംസ്ഥാന സർക്കാർ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുന്ന എല്ലാ അധികാരങ്ങളും ഏറ്റു നൽകിയിട്ടുള്ള ഇപ്പോൾ എസ് പിമാരോടും പറയല്ലേ, എസ് പിമാർ തമ്മിലുള്ള തർക്കം ഈ പറയുന്നുണ്ട്, ഒക്കെ ശരിയാണ്. അപ്പോൾ അത്തരത്തിലൊരു എസ് പി അങ്ങനെ പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ PV അൻവർ ഇത്തരത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് എതിരായിട്ടുള്ള ഒരു പൂണ്ട് വിളയാട്ടം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈനാമ്പച്ചിക്ക് കൂട്ട് മരപ്പെട്ടി എന്ന കണക്കെ ഈ ഈ പറയുന്ന MLA-യും അതുപോലെ തന്നെ ഈ SP സംസാരിക്കുമ്പോൾ ഇതിനകത്ത് ഈനാമ്പച്ചി ആര് മരപ്പെട്ടി ആര് എന്ന് എന്നെ കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ PV അൻവറിനെ കയറൂരി വിട്ടതും ഇതേ ഇടതുപക്ഷം തന്നെയാണ്. പോലീസിൽ നിയന്ത്രണമില്ലാതാക്കുന്നത് ഇതേ ഇടതുപക്ഷം തന്നെയാണ്. എത്തി നിൽക്കുന്നത് ഇവിടെ കൊത്തി മുറത്തിൽ കയറി കൊത്തുന്ന രീതിയിലേക്ക് PV അൻവർ എത്തിയിരിക്കുന്നു. അദ്ദേഹം തന്നെ ഇന്ന് ഈ സംഭാഷണത്തിൽ തന്നെ പറയുന്നു, ഞാൻ നാളത്തേക്ക് തിരുവനന്തപുരത്തേക്ക്, അപ്പോൾ ഇവരെയൊക്കെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചിരിക്കുന്നു, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ പോലീസ് സേനയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ അത് ഒരു MLA-യോട് ഒരു SP പറയുന്നു. ഡിസിപ്ലിൻഡ് ഫോഴ്സ് ആയിരിക്കേണ്ട പോലീസ് സേനയിൽ നിന്നും ഒരു MLA-യോട് SP ഒളിഞ്ഞോ തെളിഞ്ഞോ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ടതില്ല. അതിനൊക്കെ അപ്പുറത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ സർവീസിലുടനീളം അദ്ദേഹം ഈ MLA-ക്ക് വിനീത വിധേയനായിക്കൊള്ളാം എന്ന് മാപ്പുസാക്ഷിയാകുന്നത് പോലെ അദ്ദേഹം കാൽക്കൽ വീണ് അപേക്ഷിക്കുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു അടിസ്ഥാനം? അവിടെ മലപ്പുറത്തെ മരമുറിയുമായി ബന്ധപ്പെട്ടത് സോഷ്യൽ ഫോറസ്ട്രി ഇത്ര വിലയിട്ടു, അതിനുശേഷം കൊടുത്തു. ഇതിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യം എന്ത്? അപ്പോൾ പോലീസിന് നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. ഞാൻ ചോദിക്കട്ടെ, റിട്ടയർ ചെയ്ത ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള അല്ലെ സർവീസിലുള്ള ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് എത്രത്തോളം അപമാനകരമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നത്? വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മറുപടി കൂടി ഞാൻ PV അൻവറിൽ എടുത്തിട്ട് ഞാൻ അങ്ങയിലേക്കും മടങ്ങി വരാം, PK നവാസിലേക്കും. PV അൻവർ നമുക്കൊപ്പമുണ്ട്. ശ്രീ PV അൻവർ, ഇന്ന് SP-യുമായി താങ്കൾ നടത്തിയ സംഭാഷണം യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നില്ലേ? ആഭ്യന്തര വകുപ്പിൽ ഒരു നാഥനില്ലെന്നും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGP-യും കൂടിയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതെന്നും പത്തനംതിട്ടയിലെ SP താങ്കളോട് പറയുകയാണ്. താങ്കളും SP-യും കൂടി ചേർന്ന് ആഭ്യന്തര വകുപ്പിനെതിരെ ഗൂഢാലോചന നടത്തുകയാണോ PV അൻവർ? ലോ ആൻഡ് ഓർഡർ ADGP അജിത് കുമാർ തന്നെയാണല്ലോ പോലീസിനെ നിയന്ത്രിക്കേണ്ടത്. ആ പോലീസിനെ അതിൽ വേറെ തർക്കമില്ല, അതിനാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ലോ ആൻഡ് ഓർഡർ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് സത്യസന്ധമായിട്ട് അദ്ദേഹം നിർവഹിക്കുന്നില്ല. മാത്രമല്ല, അദ്ദേഹം ഏകപക്ഷീയമായിട്ടും ഈ ഗവൺമെൻറ്റിന് പ്രയാസമുണ്ടാക്കുന്ന, അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അടുത്ത ആൾ എന്ന് പറയുന്നു, ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അടുത്ത ആളുകളുമായി നല്ല ബന്ധമുണ്ടെന്ന് പറയുന്നു. ഈ ഒരു വ്യക്തി എങ്ങനെയാണ് ഈ ഇടതുപക്ഷ സർക്കാരിന് സാധാരണക്കാരായ മനുഷ്യരെ ഈ ഗവൺമെൻറ്റിന് എതിരാക്കാൻ കഴിയുന്നത് എന്ന വിഷയത്തിൽ റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള വ്യക്തിയാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് രണ്ടാമതും കേരളത്തിൽ അധികാരത്തിൽ വന്നതാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് ഒരുപാട് പാവപ്പെട്ട സഖാക്കളുടെയും സാധാരണ ജനങ്ങളുടെയും പിന്തുണയോട് കൂടിയിട്ടാണ്. ആ സഖാക്കളും ആ ജനങ്ങളുമൊക്കെ ഈ ഗവൺമെൻറ് ഇവിടെ നിലനിൽക്കണമെന്ന് വീണ്ടും ആഗ്രഹിച്ച് നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് ആ സാധാരണക്കാരായ മനുഷ്യരെ ഫൈൻ അടപ്പിച്ചുകൊണ്ടും കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ടും ഈ പറയുന്ന രീതിയിൽ പാവപ്പെട്ടവർ ലൈഫ് വീട് വെക്കുമ്പോൾ അവിടെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടും പൊതുസമൂഹത്തിലൊരു ചർച്ചയായി മാറി പോലീസ്. കഴിഞ്ഞ 3-4 വർഷമായി നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ സീരിയസ് ആയ അവസ്ഥയിലാണ് കഴിഞ്ഞ 1-2 വർഷങ്ങൾ കടന്നു പോയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഈ പറയുന്ന ഈ വ്യക്തിക്ക് തന്നെയാണ്, MR അജിത് കുമാറിനാണ്. മാത്രമല്ല, ഞാൻ അവിടെ ഉന്നയിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ വിഷയം സാജൻ സ്കറിയ തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. കാരണം കേരളത്തിലെ പോലെ ഒരു പൊതുസമൂഹത്തിൽ വർഗീയ വിഷം, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് ഈ സാജൻ സ്കറിയ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, ആയിരക്കണക്കിന് വീഡിയോകളാണ്. മനുഷ്യരൊന്നായി ജീവിക്കുന്ന നിലമ്പൂർ, എനിക്കറിയാം 30% ക്രൈസ്തവരുള്ള മണ്ഡലമാണ് നിലമ്പൂർ. വി അബ്ദുറഹ്മാൻ്റെ മണ്ഡലത്തിൽ 4-5 വോട്ടാണുള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന KT ജലീലിൻ്റെ മണ്ഡലം എടുത്താലും പൊന്നാനി എടുത്താലും 1000 വോട്ടിന് താഴെയാണ് ക്രിസ്ത്യൻ സമൂഹമുള്ളത്. പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ച് 30% ക്രൈസ്തവ സമൂഹമുള്ള ആ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ വളരെ സ്നേഹത്തോടു കൂടി ജീവിക്കുകയാണ് ഞങ്ങൾ. അവിടെയൊക്കെ വിള്ളലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുടനീളം ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തെറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം പണിയെടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കേരള പോലീസിൻ്റെ വയർലെസ് മെസ്സേജ് ചോർത്തി ഞാനത് വീരനാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ ഹീറോയിസം, അതിനെതിരെ ഞാൻ പരാതി കൊടുത്തു പോലീസിന്. സ്റ്റേറ്റ് പോലീസിനാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിൽ വളരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ MR അജിത് കുമാർ തന്നെയാണ് ഈ സാജൻ സ്കറിയയെ സഹായിച്ചിട്ടുള്ളത്.
കാരണം ഒന്ന് 2 മിനിറ്റ് എനിക്ക് വിശദീകരിക്കണം ഡോക്ടർ അരുൺ. കാരണം ഈ കേസിലെ പ്രധാന ക്രക്സ് എന്ന് പറയുന്നത് വയർലെസ് മെസ്സേജ് ചോർത്തിയാൽ ഉണ്ടാകുന്ന നിയമത്തിൻ്റെ പരിധിയിലല്ല ഈ കേസ് നിൽക്കുന്നത്. കാരണം കേരളത്തിലെ പോലീസിൻ്റെ വയർലെസ് സംവിധാനവും കേരളത്തിലെ ആ സംവിധാനത്തെ കമ്പ്യൂട്ടറുമായി സോഫ്റ്റ്വെയറുമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംവിധാനമാണ് കേരള പോലീസിനുള്ളത്. സ്വാഭാവികമായിട്ടും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വളരെ കണിശമായി പറയുന്ന ഒരു വകുപ്പാണ് 66F എന്ന് പറയുന്നത്. 66Fൻ്റെ ലക്ഷ്യം തന്നെ ഈ സേനകളുടെ ഇത്തരത്തിലുള്ള രഹസ്യ സ്വഭാവമുള്ള വാർത്താ സംവിധാനങ്ങൾ ആരെങ്കിലും ചോർത്തിയാൽ അദ്ദേഹം ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 66F അട്രാക്റ്റ് ചെയ്യപ്പെടും. സ്വാഭാവികമായി ഞാൻ ഈ പരാതി കൊടുക്കുന്ന സമയത്ത് കൃത്യമായി സ്പെസിഫിക് ആയിട്ട് ആ പരാതിയിൽ ഞാൻ സൂചിപ്പിച്ചതാണ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് ഈ കേസെടുക്കുമ്പോൾ ഇദ്ദേഹത്തെ ഒരു ടെററിസ്റ്റ് ആക്റ്റിൽ വരുന്നതാണിത്. ഈ ടെററിസ്റ്റ് ആക്ട് 66F ഇട്ടുകൊണ്ട് വേണം ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ ഞാൻ സ്പെസിഫിക്കായി പറഞ്ഞു. MR അജിത് കുമാറുമായി ഞാൻ നേരിട്ട് സംസാരിച്ചു. അജിത് കുമാർ എൻ്റെ അടുത്ത് പറഞ്ഞു, MLA എനിക്കത് അങ്ങനെ പറയാൻ പറ്റില്ല, ലീഗൽ ഒപ്പീനിയൻ ഇരിക്കണം, അതുകൊണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിലേക്ക് ഞാൻ എഴുതാം. അങ്ങനെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിലേക്ക് കൊച്ചിയിലേക്ക് അവരെഴുതി. കൊച്ചിയിലെ പ്രോസിക്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അത് വിശദമായി പരിശോധിച്ച് കൃത്യമായ മറുപടി കൊടുത്തു. എന്താ മറുപടി? ഈ കമ്പ്യൂട്ടർ സിസ്റ്റം സോഫ്റ്റ്വെയറുമായി ഈ പറയുന്ന കേരള പോലീസിൻ്റെ ഈ പറയുന്ന വയർലെസ് സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ അട്രാക്ട് ടു 66F എന്ന് കൃത്യമായ മറുപടി കൊടുത്തു. എന്നിട്ട് കേസെടുത്തോ? എന്താ കേസെടുക്കാത്തത്? 66F ഇട്ട് കേസെടുത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സാജൻ സ്കറിയ ജയിലിലാണ് 14 വർഷത്തേക്ക്. ഇത് മനസ്സിലാക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അല്ല, അതുകൊണ്ട് ADGP അജിത് കുമാറിന് എന്താണ് നേട്ടം? അജിത് കുമാർ സുജിത് പറയുന്നത് പോലെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ വിശ്വസ്തനല്ലേ, സർക്കാരിൽ അതിശക്തനല്ലേ? അല്ല, എനിക്ക് അഭിപ്രായമില്ല സർക്കാരിൽ അതിശക്തനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ MR അജിത് കുമാർ അതിൽ കാശുണ്ടാക്കി കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വിറ്റുകൊണ്ട് ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ, ബഹുമാനപ്പെട്ട മരിച്ചുപോയ കോടിയേരി സഖാവിനെ, പാർട്ടി സെക്രട്ടറിമാരെ, ഇവിടെയുള്ള മന്ത്രിമാരെ, ഈ സമൂഹത്തിലെ ഉന്നതരായ മുഴുവൻ ആളുകളെയും ഈ കോലത്തിലാക്കിയ ഒരു വ്യക്തിയിൽ നിന്ന് അവസാനം രാജ്യദ്രോഹ കുറ്റമായ സേനയുടെ മെസ്സേജുകൾ ചോർത്തിയ വ്യക്തിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അഴിമതി കൈക്കൂലി വാങ്ങാൻ ഈ പറയുന്ന MR അജിത് കുമാറിന് ശേഷിയുണ്ടെങ്കിൽ ഇതൊരു ആരോപണം മാത്രമല്ലേ, താങ്കൾ വളരെ ഗുരുതരമായ ആരോപണമാണ് നടത്തുന്നത്. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിലെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGPക്കെതിരെ സംസ്ഥാന നിയമസഭയിലെ MLA ആയ താങ്കൾ പറയുന്നു അദ്ദേഹം കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയ ആളാണ് ADGP എന്ന്. തീർച്ചയായിട്ടും അതിലൊരു തർക്കമില്ല. അല്ലെ, ഞാൻ വെല്ലുവിളിക്കുന്നു MR അജിത് കുമാറിനെ. ഈ പറയുന്ന പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കൊടുത്ത ലീഗൽ ഒപ്പീനിയൻ അനുസരിച്ച് 66F ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കാൻ തയ്യാറുണ്ടോ MR അജിത് കുമാർ? കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് കൊച്ചിയിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലെ 2 ഉദ്യോഗസ്ഥന്മാർ എന്നെ വന്നിട്ട് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. MR അജിത് കുമാർ ഈ വ്യക്തിയിൽ നിന്ന് ഈ പണം വാങ്ങിയിട്ടില്ലെങ്കിൽ MR അജിത് കുമാർ എന്തിനാണ് ഭയപ്പെടേണ്ടത്? MR അജിത് കുമാറിന് പ്രോസിക്യൂഷൻ കൃത്യമായ ലീഗൽ ഒപ്പീനിയൻ കൊടുത്തതാണല്ലോ. ഈ വാർത്ത ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതാണല്ലോ. ചോർത്തി എന്നതൊരു വസ്തുതയാണല്ലോ. ആ വാർത്തകൾ ഈ കേരളത്തിലെ കോടാനക്കോടി ജനങ്ങൾ കണ്ടതാണല്ലോ. പിന്നെ എന്തേ MR അജിത് കുമാറിന് ഈ പറയുന്ന സാജൻ സ്കറിയയുമായിട്ടുള്ള ബന്ധം? എന്തിനാണ് അദ്ദേഹത്തെ സേവ് ചെയ്യാൻ നടക്കുന്നത്? പണമല്ലാതെ മറ്റെന്ത് ചേതോ വികാരമാണ്? അദ്ദേഹം പറയട്ടെ, MR അജിത് കുമാർ പറയട്ടെ. ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ MR അജിത് കുമാർ പറയട്ടെ. അങ്ങനെ ഒരു ലീഗൽ ഒപ്പീനിയൻ കിട്ടിയിട്ടില്ല, MLA അങ്ങനെ ഒരു പരാതി തന്നിട്ടില്ല, 66Fന്റെ കാര്യം ചർച്ച ചെയ്തിട്ടില്ല, പറയട്ടെ. ശരി, അത് ADGPക്ക് വിട്ടുകൊടുക്കാം. നമുക്ക് ADGPയുടെ പ്രതികരണം നാളെ തേടാവുന്നതാണ് ഈ വിഷയത്തിൽ. പക്ഷേ അങ്ങ് ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ ഘട്ടത്തിലും ഉന്നയിച്ചിരിക്കുന്നത്. ADGP അജിത് കുമാർ 2 കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു ഷാജൻ സ്കറിയിൽ നിന്ന് എന്നുള്ളൊരു ആരോപണമാണ് താങ്കൾ ഉന്നയിച്ചിരിക്കുന്നത്. അത് അന്വേഷിച്ച് കണ്ടെത്തപ്പെടേണ്ടതാണ്. ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ സുജിത് ദാസും താങ്കൾ നടത്തിയ സംഭാഷണത്തെ ജ്യോതികുമാർ ചാമക്കാല വിശേഷിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈനാംപെച്ചിയും മരപ്പെട്ടിയും തമ്മിലുള്ള സംഭാഷണം എന്ന രീതിയിലാണ്. ജനതയെ അങ്ങനെയല്ല കാണാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി. അതല്ലേ ഒടുവിൽ സംഭവിച്ചത്? PV അൻവർ,
ഇല്ല, ഞാൻ ഈ ചാമക്കാലയോടൊന്നും മറുപടി അറിയാൻ ഞാനില്ല. ഞാൻ ഡോക്ടർ അരുൺ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വന്നാൽ ഞാൻ ഇങ്ങനത്തെ ചർച്ചയ്ക്ക് പോകാറില്ല. നിങ്ങൾക്കറിയാലോ, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയും. ചാമക്കാലം എന്തോ പറഞ്ഞിട്ടോ, അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, ഇത് പറഞ്ഞിട്ടോ കുഴപ്പമില്ല. ഇത് ഞാൻ കുറേ കേട്ടതാണ്. അല്ല, എന്റെ ചോദ്യം ഇതാണ്. ഈ സുജിത് ദാസ് താങ്കളോട് ഞാൻ വരാം ശ്രീ ജ്യോതികുമാർ. എനിക്ക് 2 ചോദ്യങ്ങൾ കൂടി പി വി അൻവർ MLA യോടുണ്ട്. അതിലൊരു ചോദ്യം, ഈ പരാതി പിൻവലിക്കണമെന്ന് സുജിത് ദാസ് താങ്കളോട് ആവശ്യപ്പെടുന്നു. അതിനുശേഷം 25 വർഷം കൂടി സർവീസ് ഉണ്ടെന്നും ആ സർവീസ് 25ാമത്തെ വയസ്സിലാണ് സർവീസിൽ കയറുന്നതെന്നും താൻ DGP ആയി വിരമിക്കുന്ന കാലം വരെ താങ്കൾക്ക് കടപ്പെട്ടിരിക്കുമെന്നുമാണ് പറയുന്നത്. താങ്കൾ യഥാർത്ഥത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് താങ്കളോട് കടപ്പെട്ട് ഇരിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കുന്ന രീതിയിൽ അദ്ദേഹത്തോട് സംസാരിക്കുകയാണോ, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണോ ചെയ്തത്? അതല്ല, അദ്ദേഹം സ്വയം അങ്ങയോട് കടപ്പെട്ടിരിക്കാൻ തയ്യാറെടുത്ത് വരികയാണോ ചെയ്തത്? ഡോക്ടർ അരുൺ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടല്ലോ. എനിക്കെന്താ, ഒരു IPS ഓഫീസർ 25 വർഷം അദ്ദേഹത്തിൻ്റെ സർവീസ് കഴിയുന്നത് വരെ നമ്മുടെ വിനീത വിധേയനായി നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഞാനതിപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് ഞാനത് യൂട്ടിലൈസ് ചെയ്യണ്ടേ? ഞാനതല്ലല്ലോ ചെയ്തത്. എൻ്റെ വിഷയം അതല്ല. എൻ്റെ വിഷയം ഈ പറയുന്ന MR അജിത് കുമാർ തന്നെയാണ്. ഈ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും ഈ പാർട്ടിയെയും ഈ കോലത്തിലാക്കിയതിൽ ഭയങ്കരമായ പങ്ക് അദ്ദേഹത്തിനുണ്ട്. ഒരു എൻ്റെ വിശ്വാസം അതാണ്. ജനങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, പല ഉദ്യോഗസ്ഥരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് അതാണ്. അദ്ദേഹം നല്ല കള്ളനാണ്. അദ്ദേഹത്തിന് പല കള്ളത്തരങ്ങൾ ഈ പുറത്തു വരാൻ നിൽക്കുന്നുള്ളൂ ഡോക്ടർ അരുൺ. തീർച്ചയായിട്ടും പുറത്തു വരണം. പ്രത്യേകിച്ച് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP ആണ്. ഈ ഗവൺമെന്റിന് വൺ മിനിറ്റ് ഡോക്ടർ അരുൺ, ഇദ്ദേഹം ഈ ഗവൺമെന്റിനെ തെളിയേണ്ട ചില കേസുകൾ അത് അട്ടിമറിച്ചത് ഇദ്ദേഹം തന്നെയാണ്. എൻ്റെ അടുത്ത് തെളിവുണ്ട്, വെറുതെ അല്ല. ഇതെല്ലാം കൂടെ വാരി വലിച്ചപ്പെടുന്നില്ല. ഇവിടെ വളരെ പ്രമാദമായ കേരളം കാതോർത്തിരുന്ന UDFനെതിരായിട്ടുള്ള UDFലെ പ്രബലരായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട 1-2 വിഷയങ്ങൾ അതിന് കൃത്യമായി അട്ടിമറിച്ചത് ഈ MR അജിത് കുമാറാണ്. ഡോക്ടർ അരുൺ അറിയോ? താങ്കൾ സോളാർ കേസാണോ ഉദ്ദേശിച്ചത്? ഞാൻ വെറുതെ അങ്ങോട്ട് അല്ലല്ല, അത് നമുക്ക് ലേറ്റർ വി വിൽ സി. ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല. അപ്പോൾ ADGP അജിത് കുമാർ ഒരുപാട് അന്വേഷണം പോലും സർക്കാരിന്റെ ചില കേസ് അന്വേഷണം പോലും അട്ടിമറിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ കേസന്വേഷണം മാത്രമല്ല അട്ടിമറിച്ചിരിക്കുന്നത്. കേരളത്തിലെ ജനം ആഗ്രഹിച്ച ചില കാര്യങ്ങളിൽ സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഗെയിമാണ്. സുജിത് ദാസ് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല, അവർക്കൊക്കെ പേടിയാണ്, ഭയമാണ്. അതുകൊണ്ട് എന്താണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതായിരിക്കും കേസിൻ്റെ റിസൾട്ട്. ഞാൻ ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കാം. ഇടവണ്ണ ഒരു കൊലപാതകം നടന്നിരുന്നു 2-3 വർഷം മുമ്പ്. ഒരു വെടിവെപ്പ് കേസ്. ഒരുത്തൻ തലക്ക് വെടിവെച്ച് കൊന്നതാണ്. ആ കേസ് ഇവർ അവസാനിപ്പിച്ചത് പുറത്ത് വരാൻ നിൽക്കുന്നേ ഉള്ളൂ. അത് ഈ പറയുന്ന MR അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരുത്തൻ വെടിവെച്ച് കൊന്നപ്പോൾ അതിനൊരു കള്ള സ്റ്റോറി ഉണ്ടാക്കി മരിച്ച ആ വ്യക്തിയുടെ ഭാര്യയെ ഭീകരമായി മർദ്ദിച്ച് അവരെ കൊണ്ടൊരു കള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുപ്പിച്ചത് പുറത്തു വരാൻ പോവാണ്. കാരണം ആ സ്റ്റേറ്റ്മെൻറ്റ് എടുപ്പിച്ചില്ലെങ്കിൽ ഈ കേസ് വേറെ വഴിക്ക് പോകും. അതൊരു കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അതിൻ്റെ പകയുടെ ഭാഗമായിട്ടാണ്, സാമ്പത്തിക ഇടപാടിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വെടിവെച്ച് അവൻ മരിക്കുന്നത്. പിന്നെ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ശൃംഖല ഇവിടുത്തെ കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനതിന്റെ ഡീറ്റെയിൽസുമായിട്ട് കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു ശൃംഖല ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നേതൃത്വത്തിലുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാനതിനെ കുറച്ച് തെളിവുകൾ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് വളരെ ഷോർട്ടായിട്ട് ഈ കാര്യം പറയാം. ആ കേസ് യഥാർത്ഥത്തിൽ സത്യസന്ധമായി അന്വേഷിച്ചാൽ അത് വേറെ വഴിയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ എന്താക്കി കേസ്, എന്താ സ്റ്റേറ്റ്മെൻറ്റ്? ഈ മരിച്ച വ്യക്തിയുടെ ഭാര്യയോട് ഇവരെടുത്ത സ്റ്റേറ്റ്മെൻ്റ് എന്താണെന്നറിയോ? ഈ മരിച്ച വ്യക്തിക്ക് ഈ വെടിവെച്ച വ്യക്തിയുടെ ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു. ആ വൈരാഗ്യത്തിനാണ് ഇദ്ദേഹം തൻ്റെ ഭർത്താവിനെ വെടിവെച്ച് കൊന്നത് എന്ന് ആ പാവപ്പെട്ട കുട്ടിയോട് ഇവർ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങി. ഡോക്ടർ അരുൺ, ഒരു ബേസും ഇല്ലാതല്ലേ ഞാൻ പറയുന്നത്, ഒരു ബേസും ഇല്ലാതല്ലേ പറയുന്നത്, ബേസുണ്ട്.
അതൊക്കെ പുറത്തേക്ക് വരൂ. ഇതാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ അവസ്ഥയെങ്കിൽ ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭരണത്തിന്റെ കീഴിൽ എങ്ങനെയാണ് നമുക്ക് സുരക്ഷിതമായിട്ട് ഉറങ്ങാൻ കഴിയുക PV അൻവർ? അല്ല, ഉറങ്ങാൻ കഴിയാതെ എനിക്ക് എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുകയാണ്. എനിക്ക് ഈ ഗവൺമെൻറ്റിനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, ഞാനൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. ഈ അങ്ങാടിയിലൊരു വിലയില്ലാതെ നടക്കുമ്പോൾ ഈ പറയുന്ന കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്കിൽ പെട്ട് ഒരു നിവൃത്തിയില്ലാതെയാണ് നമ്മൾ ഈ പ്രസ്ഥാനം വിട്ടു പോകുന്നത്. ഞാൻ DICയിലായിരുന്നു അവസാനം. ആ ഒരു ഘട്ടത്തിൽ എന്നെ MLA ആകാൻ സഹായിച്ച് ജനങ്ങളോടൊപ്പം നിർത്തി എന്നെ സഹായിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആയിരക്കണക്കിന് സഖാക്കൾ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ എന്താ പറയുക, ഒരു സ്വപ്നമാണ് ഈ ഗവൺമെൻറ്. ഈ നാട്ടിലെ പാവങ്ങളുടെ ഒരു അത്താണിയാണ്. അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ വരുതിയിലാക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന അവരുടെ ലക്ഷ്യത്തിന് വിരുദ്ധമായി ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ആളാണ് എന്ന് വരുത്തി തീർത്ത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജനങ്ങളെ ഈ ഗവൺമെൻറ്റിനെ എതിരാക്കാനുള്ള പ്രവർത്തികൾ മാത്രം ചെയ്യുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ശത്രു, ഈ പാർട്ടിയുടെ ശത്രു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശത്രു, അതാണ് MR അജിത് കുമാർ അക്കോർഡിംഗ് ടു മീ. വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. ഞാൻ അതിഥികളിലേക്ക് വരാം. ഒരു നിമിഷം. ഇപ്പുറം SP ഓഫീസിലെ ക്യാമ്പ് ഓഫീസിലെ മരംമുറിയുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA കൊടുത്ത കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് മലപ്പുറം SP ആയിരുന്ന, ഇപ്പോൾ പത്തനംതിട്ട SP ആയ സുജിത് ദാസ് MLAയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ പുറത്തുവരുന്നത് ആഭ്യന്തര വകുപ്പിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ്. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതും സംസ്ഥാനത്തെ ഭരണകക്ഷിയിൽ തന്നെ പെട്ടിരിക്കുന്ന ഒരു MLA സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിലെ ADGPക്കെതിരെ, ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGPക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, ഈ MLAയോട് താൻ സർവീസിൻ്റെ കാലയളവ് വരെ പൂർണ്ണമായും കടപ്പെട്ടിരിക്കും എന്ന തരത്തിലുള്ള ഓഫർ വെച്ചുകൊണ്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് പത്തനംതിട്ട SP-യും. നമുക്കിപ്പം PK നവാസ് കൂടിയുണ്ട്. PK നവാസ്, സുജിത് ദാസിനെ കുറിച്ച് നമ്മൾ പലതും കേട്ടിരുന്നു, പലതും പക്ഷേ പുറത്ത് നമ്മൾ ആ രീതിയിൽ കേട്ടതൊന്നും അതേപടി നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ടെലിഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണിപ്പോൾ MLA നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആഭ്യന്തര വകുപ്പിനുള്ളിലുള്ള നാഥനില്ലാ കളരിയാണ് ആഭ്യന്തര വകുപ്പ് എന്നുള്ളൊരു പ്രതീതി ശക്തമാവുന്നു. അവസാന കാലഘട്ടം വരെയും താൻ MLAക്ക് കടപ്പെട്ടിരിക്കാമെന്ന് പറയുന്ന സുജിത് ദാസിൻ്റെയൊക്കെ ഗതികേടിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? PK നവാസ്, എന്താണിത് കേൾക്കുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? ശ്രീ അരുൺകുമാർ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഞെട്ടലും തോന്നുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ മലപ്പുറത്ത് പത്രസമ്മേളനം വിളിച്ച് സുജിത് ദാസ് IPS മലപ്പുറം ജില്ലാ SP ആയിരിക്കുന്ന സമയത്ത് ഈ വിവരങ്ങൾ വിളിച്ചു പറഞ്ഞ ആളുകളാണ് ഞങ്ങൾ. അന്ന് ഭരണപക്ഷ MLAമാരായിട്ടുള്ള ഈ ജില്ലയിലെ MLAമാർ ഉൾപ്പെടെ പറഞ്ഞത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാണ് എന്നാണ്. ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, ഈ മരമുറി കേസ് ഇന്നുണ്ടായ ഒരു കാര്യമല്ലല്ലോ. ഒരു വർഷം മുമ്പ് റിപ്പോർട്ടർ ചാനലിൻ്റെ ലൈബ്രറി എടുത്ത് നിങ്ങൾ പരിശോധിക്കുക. ഒരു വർഷം മുമ്പ് ഞങ്ങൾ പറഞ്ഞു, ഒരു മരമുറി കേസിൽ ആരംഭിക്കുകയോ ഒരു മരമുറി കേസിൽ അവസാനിക്കുകയോ ചെയ്യുന്ന ഒന്നല്ല. കസ്റ്റഡി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ, SP-ക്ക് പങ്കുണ്ട്. എന്തിനേറെ ഇവിടുത്തെ ഒരു ASI ശ്രീകുമാർ, അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ SP-യുടെ പേരുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഞാൻ പറയട്ടെ, നേരത്തെ MLA ഇവിടെ പറഞ്ഞല്ലോ, കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിൽ ADGPക്ക് പങ്കുണ്ട് എന്ന്. ഞങ്ങൾ ADGPയുടെ പേര് ഞങ്ങൾ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇവിടുന്ന് ലോക്കൽ പോലീസ് മുതൽ SI, CI, അതുപോലെ തന്നെ DYSP മുതൽ SP വരെയുള്ള കണക്കുകൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞതാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ADGPക്ക് പങ്കുണ്ട്. അതാര് പറഞ്ഞതാണ്? സുജിത് ദാസ് പറഞ്ഞതാണ്. ADGPയിൽ നിൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ADGPയെ നിയന്ത്രിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഇതിനകത്ത് കൃത്യമായൊരു നെക്സസ് പ്രവർത്തിക്കുന്നു എന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. ഇപ്പോൾ ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്, ഒരു ഭരണപക്ഷ MLA തന്നെ അതിനെ അംഗീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നു എന്ന് പറയുന്നതാണ് അതൊരു സവിശേഷതയായി എനിക്ക് തോന്നുന്നത്. ഞാൻ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. കഴിഞ്ഞ 1.5 മാസം മുമ്പാണ് മലപ്പുറം ജില്ലയിലെ ഏക മന്ത്രിയായിരുന്ന V അബ്ദുറഹ്മാൻ പോലീസ് അസോസിയേഷൻ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, മലപ്പുറം ജില്ലയിൽ ക്രമാതീതമായി കേസുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. ഇതും ഞങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് അരുൺകുമാർ, ഞങ്ങൾ പറയും, ഞങ്ങൾക്കൊരു പ്രത്യേകിച്ചൊരു ഞെട്ടലും തോന്നാത്തത്, മലപ്പുറത്തിൽ നിന്ന് സുജിത് ദാസ് IPSനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ അവർ രൂപീകരിച്ചിട്ടുള്ള ഒരു നെക്സസ് ഉണ്ട്. ഇപ്പോഴും നിങ്ങൾ പരിശോധിക്കും, മരമുറി കേസിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നിടത്ത്, താന്നൂർ ബോട്ട് അപകടം നടന്നിടത്ത് അവിടെയൊക്കെ ഇരിക്കുന്ന പോലീസുകാർ ആരാണ്? നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു സ്വകാര്യമായി അന്വേഷണം നടത്തി. നിങ്ങൾ റിപ്പോർട്ട് TVയുടെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസത്തിൻ്റെ ക്യാമറകൾ അങ്ങോട്ട് ചെല്ലട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, എടപ്പണ്ണയിലെ ശ്രീകുമാർ എന്ന് പറയുന്ന ASI ആത്മഹത്യ ചെയ്തത് അതൊരു ആത്മഹത്യയല്ല, ആത്മഹത്യ കുറിപ്പുണ്ടായിരുന്നു, അതൊരു
കൊലപാതകമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. ആ സ്റ്റേഷനിൽ ഇരിക്കുന്ന പോലീസുകാർ ആരൊക്കെയാണ്? ഒരു നിലക്കും ഈ കേസുകൾ പുറത്തു വരാതിരിക്കാൻ കഴിയും വിധം പോലീസിലെ തൻ്റെ ഇഷ്ടക്കാരെയും തന്നെ അംഗീകരിക്കുന്നവരെയും കൃത്യമായി വിന്യസിച്ചിരിക്കുന്നു സുജിത് ദാസ്. അവിടെ ADGPയുമായി ബന്ധപ്പെട്ട് MLAയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സംഭാഷണത്തിൽ ചില അഭിപ്രായ ധ്വനികൾ നമ്മൾ കേൾക്കുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ADGPയുമായി സുജിത് ദാസിന് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അത് എവിടെ രൂപപ്പെട്ടുവെന്നും ഏത് കച്ചവടത്തിലെ ലാഭക്കച്ചവട നഷ്ടത്തിന്റെ കണക്കിലാണ് അവർ തമ്മിൽ തെറ്റിയത് എന്നും അവർ തന്നെ പറയണം. ഒരുമിച്ചായിരുന്നു ലാഭക്കച്ചവടം. കരിപ്പൂർ എയർപോർട്ടുമായി കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്ന സമയത്ത് ഞങ്ങൾ അന്ന് പറഞ്ഞു സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകൾ പിടിക്കുന്നു എന്ന് വ്യാജേന ഉണ്ടാക്കി ഇവിടെ ഏറ്റവും സുഖകരമായി ഇത് നടത്തിക്കൊണ്ടുപോകാൻ 1-2 ആളുകൾക്ക് മാത്രം സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഭരണപക്ഷം മുഴുവൻ ഞങ്ങൾ ആക്ഷേപിച്ചു. പ്രതിപക്ഷത്തിന് ആക്ഷേപമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓരോന്നോരോന്ന് വസ്തുതാപരമായി പുറത്തു വരുന്നു. ആ പുറത്തു വരുന്നത് കൂട്ടുകച്ചവടത്തിന്റെ ലാഭനഷ്ട കണക്കുകളിൽ നഷ്ടമുള്ളവർ തമ്മിൽ തെറ്റിയപ്പോഴുള്ള കണക്കുകൾ പുറത്തു വരികാനുണ്ടാകുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ശ്രീ അരുൺകുമാർ, എനിക്ക് അത്ഭുതകരമായി തോന്നിയത് ഇവിടെ MLA സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്. മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ നാണം കെടുത്തുകയാണ് ഈ ADGP ചെയ്യുന്നത് എന്ന്. ഞാൻ ചോദിക്കട്ടെ, ADGPയെ നിയന്ത്രിക്കുന്ന ആരാണ്? ഈ നിങ്ങൾ തന്നെ പറയുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ് എന്ന്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തിരുന്നു കൊണ്ട് തന്നെ ഒരു സംഘം കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ഗവൺമെന്റിനെതിരെ ഉപയോഗിക്കുന്നു എന്നാണോ MLA പറയുന്നത്? അത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി പ്രയാസമുണ്ട്. ഞങ്ങൾ പറയുന്നത് ഇവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ടോ? ആര് ആഭ്യന്തര വകുപ്പ് മന്ത്രി? ഇവിടുത്തെ ശശിയാണോ ആഭ്യന്തര വകുപ്പ് മന്ത്രി? ഇവിടുത്തെ DGP ആരാണ്? അജിത് കുമാർ ആണോ? മറുപടി പറയുന്നത് ഗവൺമെന്റ് ആണ്. സമഗ്രമായി അന്വേഷണം നടത്തുന്ന വിഷയത്തിൽ ഞാൻ പറയട്ടെ, ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് മലപ്പുറം ജില്ലക്കകത്തും പുറത്തുമുള്ള പല സാധാരണ പോലീസുകാരെ ഞങ്ങൾ വിളിച്ചു. പീഡനങ്ങളുടെ കഥ കേട്ട് പ്രിയപ്പെട്ട അരുൺകുമാർ, നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം പോലീസ് സ്റ്റേഷന്റെ വരാന്തയിലേക്ക് നിങ്ങൾ ചെന്നാൽ കരയുന്ന കണ്ണുകളുമായി പോലീസുകാർ കാത്തിരിക്കുന്നുണ്ട്. അവിടെ അവരുടെ വേദനകളുണ്ട്. ഒരുപക്ഷെ ലീവ് ചോദിച്ചാൽ അതുപോലും നൽകാതെ നിരന്തരമായി പീഡിപ്പിക്കുന്ന കഥകൾ. നേരത്തെ താനൂർ കസ്റ്റഡി കൊലപാതക കേസിൽ ആരൊക്കെയാ സസ്പെൻഷനിലായത്? യഥാർത്ഥ പ്രതികൾ ആരായിരുന്നു? അത് ഏറ്റവും കൂടുതൽ ഫോളോ അപ്പ് ചെയ്ത റിപ്പോർട്ടർ ചാനലാണല്ലോ. നിങ്ങൾക്കറിയാലോ, പ്രതികളുടെ ശബ്ദരേഖകൾ പോലും പുറത്തു വന്നിട്ട് അവർ പ്രതികളാവാതെ നിരപരാധികളായ പോലീസുകാരെ പ്രതികളാക്കി സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഈ സുജിത് ദാസ് IPSന്റെ നേതൃത്വത്തിലാണ്. വലിയൊരു നെക്സസ് പ്രവർത്തിക്കുന്നു. വലിയൊരു കറക്ക് കമ്പനിയുടെ കഥയാണ് പുറത്തു വരുന്നത്. ജ്യോതികുമാർ ചമക്കാല, ഭരണപക്ഷത്തുള്ള MLA തന്നെ ഈ കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വർണം പൊട്ടിക്കലടക്കമുള്ള വിഷയങ്ങളിൽ പറഞ്ഞോളൂ. ഞാൻ ഇപ്പോൾ PV അൻവർ MLAയുടെ ഇടപെടലിൽ ചില വോയിസ് കോളുകൾ പുറത്തു വന്നത് ശരിയാണ്. എൻ്റെ ഒരു ചോദ്യമുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒരു MLA എന്ന രീതിയിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ PV അൻവർ MLA എവിടെയായിരുന്നു? ASI ശ്രീകുമാറിൻ്റെ ആത്മഹത്യയും അദ്ദേഹത്തിന് ഡയറി നശിപ്പിച്ചതും ഞങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം മൗനമായിരുന്നു. താനൂർ കസ്റ്റഡി കൊലപാതകത്തെക്കുറിച്ച് നിങ്ങളുടെ ചാനലും നമ്മൾ ഉൾപ്പെടെ ഒരു പോരാട്ടം നയിച്ചപ്പോൾ അവർ മൗനത്തിലായിരുന്നു. താനൂരിലെ വോട്ടപകടം കേസ് അട്ടിമറിക്കുന്നു എന്ന് യൂത്ത് ലീഗ് പറഞ്ഞപ്പോൾ അവർ മൗനത്തിലായിരുന്നു. മലപ്പുറത്ത് കേസ് ആസൂത്രിതമായി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ അബ്ദുറഹ്മാനും ഈ പറഞ്ഞ അൻവർ MLA ഒക്കെ മൗനത്തിലായിരുന്നല്ലോ. മാത്രമല്ല, ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാപ്പ കേസുകൾ ചുമത്തപ്പെട്ട ജില്ലയായി മലപ്പുറം ജില്ല സുജിത് ദാസിന്റെ കാലത്ത് മാറിയപ്പോൾ ഇവർ മൗനം പാലിച്ചു. അഴിമതി കേസുകളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ. മരമുറി കേസ് മാത്രമല്ല, കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലെ കെട്ടിട നിർമ്മാണത്തിൽ അഴിമതിയുണ്ട് എന്ന് രേഖാമൂലം പരാതി ഞങ്ങൾ നൽകി. ഇപ്പോൾ അൻവർ MLA നൽകിയ പരാതിക്ക് മുകളിലല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു SI അദ്ദേഹത്തെ ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ സസ്പെൻഡ് ചെയ്ത് അദ്ദേഹം നൽകിയ പരാതിക്ക് മുകളിലാണ് ഇപ്പോൾ ഈ കോലാഹലം ഉണ്ടായത്. അൻവർ MLAയുടെ എൻട്രി ഞങ്ങൾ കണ്ടത് അദ്ദേഹത്തിന്റെ പാർക്കിലെ റോപ്പ് 60 ലക്ഷം രൂപയുടെ റോപ്പ് കാണാതായപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പോലീസ് അന്വേഷിച്ചില്ല എന്ന ഒരു ഭാഗത്താണ് അൻവർ MLA ഇടപെടൽ ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഇടപെടലിനെ നിസ്സാരമായി കാണുന്നില്ല, വില കുറച്ച് കാണുന്നില്ല. അങ്ങയുടെ ഇടപെടൽ ഏറ്റവും ശക്തമായി ഉണ്ടാകണം. ഈ പോലീസ് സംവിധാനത്തിന്റെ പുഴുക്കുത്തുകളെ ഭരണപക്ഷ MLA തന്നെ പറയുന്നു വന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. പക്ഷേ അരുൺകുമാറിന്റെ ചോദ്യത്തിൽ നിന്ന് ആദ്യത്തെ ചോദ്യം ചോദിച്ച പോലെ ഞങ്ങൾ ഞെട്ടിത്തെറിച്ച് നിൽക്കുമെന്നല്ല, ഞങ്ങൾ ഇതൊക്കെ കണ്ടവരും വിളിച്ച് പറഞ്ഞവരുമാണ്. ഭരണപക്ഷ MLA പറഞ്ഞപ്പോൾ കേരളം ഞെട്ടിയെങ്കിൽ അതിന് ADGPക്ക് പോലും ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടെന്ന് ഭരണപക്ഷ MLA പറയുമ്പോൾ അത് സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പിനെ തന്നെ തിരിഞ്ഞുകുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്നുള്ളത് നമുക്ക് MLAയോട് ചോദിക്കാം. അത് നേരത്തെ നവാസ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർക്കിലെ 60 ലക്ഷം രൂപയുടെ റോപ്പ് കളഞ്ഞുപോയതിന് പോലീസ് അന്വേഷണം നടത്താത്തതിനുള്ള പ്രതികാരമാണോ എന്നുള്ളത് MLA തന്നെ മറുപടി പറയട്ടെ. പക്ഷേ ജ്യോതികുമാർ ചമക്കാല, നമ്മുടെ ആഭ്യന്തര വകുപ്പിൽ ഒരു DGP ഉണ്ടോ, ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടോ എന്നൊരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. എല്ലാം MR അജിത് കുമാർ എന്ന നിലയിലേക്ക് മാറിയോ? അവിടെ P വിജയൻ IPS എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒതുക്കിയത് എങ്ങനെയാണെന്ന് സുജിത് ദാസ് പറയുന്നു. ഈ സുജിത് ദാസ് തന്നെ കേസ് പിൻവലിക്കാൻ MLAയോട് കേണപേക്ഷിക്കുന്നു. ആജീവനാന്ത കാലം ഞാൻ താങ്കൾക്ക് കടപ്പെട്ടുകൊള്ളാമെന്ന് വാഗ്ദാനം നൽകുന്നു. എന്താണ് സംഭവിക്കുന്നത് ജ്യോതികുമാർ? അവിടെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് ഇപ്പോൾ P ശശിയാണെന്നും ഈ സംസ്ഥാനത്തെ DGP സ്ഥാനത്തിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശ്രീ MR അജിത് കുമാറാണെന്നും.
ഏറ്റവും അവസാനം താങ്കൾ നോക്കൂ, ഇങ്ങനെ പുതുതായി വന്നിട്ടുള്ള SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ MLAയോട് ഇപ്പോൾ കാല് പിടിക്കുകയും അദ്ദേഹം അത് പുറത്തുവിടുകയൊക്കെ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തൻകാര്യ സാധ്യതയ്ക്ക് വേണ്ടി അദ്ദേഹം അത് ചെയ്യുമ്പോഴും അദ്ദേഹം ഇനി ആർക്കെല്ലാം കീഴ്പ്പെടും? ഇങ്ങനെ ഒരാൾ ഞാൻ DGP ആകുമ്പോൾ അങ്ങേക്ക് കീഴ്പ്പെട്ടുകൊള്ളാം എന്ന് പറയുന്ന ആൾ ആർക്കെല്ലാം കീഴ്പ്പെടുമെന്നാണ് അദ്ദേഹം എഴുതി കൊടുക്കുക, അദ്ദേഹം മുദ്രപത്രത്തിൽ എഴുതി കൊടുക്കുക? അവർ ഈ സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ നിയന്ത്രിച്ചാൽ, പോലീസിനെ നിയന്ത്രിച്ചാൽ എന്താകും അവസ്ഥ? ഇവിടെ PV അൻവറിനെ സംബന്ധിച്ച് ഇവിടെ നവാസ് പറഞ്ഞു, കൃത്യമായി പറഞ്ഞു. PV അൻവർ ഇപ്പോൾ UDFന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ തന്നെ വന്നിരിക്കുന്നു. UDF പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ ഗൗരവമുള്ള അതിനേക്കാൾ കടത്തി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ റോപ്പ് കാണാതായതുമായി ബന്ധപ്പെട്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പിന്നെ SP ശകാരിച്ചത്, SP അതിന് മറുപടി മൗനത്തിൽ ഒതുക്കിപ്പോയതും ഒക്കെ നമ്മൾ കണ്ടു, നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ നോക്കൂ, ഇവിടെ PV അൻവർ ഇടതുപക്ഷത്തിൻ്റെ MLA, അദ്ദേഹം പറഞ്ഞു എന്നെ സഹായിച്ചത് ഇടതുപക്ഷമാണ്, CPM ആണെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു, അദ്ദേഹത്തെ MLA ആക്കിയതാണെന്ന് പറയുന്നു. ഒക്കെ ആയിക്കോട്ടെ, എല്ലാം ശരിയാക്കുന്നു. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, അദ്ദേഹം ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ മറന്നുപോയോ? അദ്ദേഹം MR അജിത് കുമാറിനെതിരായിട്ട് പിണറായി വിജയന് പരാതി നൽകിയിട്ടുണ്ടോ? എങ്കിൽ പിണറായി വിജയന്റെ നിലപാട് എന്തായിരുന്നു? അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, ഇന്നത്തെ സംഭാഷണത്തിൽ നമുക്ക് കൃത്യമായി ബോധ്യമാകുകയാണ്. എന്താണ് ബോധ്യമാകുന്നത്? സംസ്ഥാനത്തെ ADGPയെ നിയന്ത്രിക്കുന്നത് P ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ കാര്യത്തിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിലപാടിനെയും സ്വാഭാവികമായും ശ്രീ അൻവർ തള്ളി പറയുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് അദ്ദേഹത്തിന് നീതി കിട്ടില്ല എന്ന് ഉറപ്പു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം ഇത്തരത്തിലൊരു പരസ്യമായ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്? അതിനേക്കാൾ ഉപരി ഇവിടെ ദേശദ്രോഹ പ്രവർത്തനങ്ങൾ ADGPയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. സ്വർണ്ണം കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടക്കുന്നു. വയർലെസ് മെസ്സേജുകൾ ടാപ്പ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അതിൽ ഏറ്റവും ഗൗരവമുള്ളത് കോഴിക്കോട് എയർപോർട്ട് കേന്ദ്രീകരിച്ച് കള്ളക്കടത്ത് നേതൃത്വം നൽകുന്നത് സംസ്ഥാനത്തിൻ്റെ ADGP ആണ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ശ്രീ PV അൻവർ MLA നാളെ EDക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്ന ശിവശങ്കർ പോലും സ്വർണ്ണ കള്ളക്കടത്ത് കേസിലാണ് ജയിലിൽ കിടന്നിട്ടുള്ളത്, നമുക്കറിയാം. ഇവിടെ PV അൻവറിനെ പോലെ ഒരാൾ ഇത്തരത്തിൽ രാജ്യദ്രോഹ കുറ്റമായ സ്വർണ്ണക്കള്ളക്കടത്തിന് ഈ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി ADGP ലോ ആൻഡ് ഓർഡർ ആയിരിക്കുന്ന ആൾ നേതൃത്വം വഹിക്കുന്നു, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കഴിയൂ. ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവുക. സുജിത് ദാസിനോടും ADGP ഈ MR അജിത് കുമാറിനോടും താങ്കൾക്കുള്ള വിരോധം, SP ശശിധരനോടുമുള്ള വിരോധം, താങ്കളുടെ പാർക്കിലെ 60 ലക്ഷം രൂപ വരുന്ന റോപ്പ് കാണാതെ പോയത് താങ്കൾ പരാതിപ്പെട്ടിട്ടും പോലീസ് അന്വേഷിക്കാത്തതാണോ? അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു വൈരാഗ്യത്തിൽ നിന്നാണോ ADGP MR അജിത് കുമാറിനെതിരെയും SP സുജിത് ദാസിനെതിരെയും SP ശശിധരനെതിരെയും താങ്കൾ ആരോപണം ഉന്നയിക്കുന്നത്? PV അൻവർ, ഞാനിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ചോദിച്ചത് നന്നായി, ഇവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഞാൻ ആ പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ സ്പെസിഫിക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ അവസ്ഥ പറഞ്ഞു, പോലീസിൻ്റെ പെരുമാറ്റം പോലീസിനോട് അവർക്കുള്ള പെരുമാറ്റ രീതിയെക്കുറിച്ച് പറഞ്ഞു, അവരുടെ ട്രാൻസ്ഫറിൻ്റെ രീതിയെക്കുറിച്ച് പറഞ്ഞു, ലൈഫ് പദ്ധതിയിൽ അവർ എടുക്കുന്ന നിലപാട് കൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു, അനാവശ്യമായി ഫൈൻ അടപ്പിച്ച് ജനങ്ങളെ ഈ സർക്കാരിന് എതിരാക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇതെല്ലാം സൂചിപ്പിച്ച കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ അനുഭവം പറയാലോ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. എൻ്റെ പാർക്കിൽ നിന്നും കളവ് പോയ ഒരു കേബിളിനെ കുറിച്ച് പറഞ്ഞു. ഏകദേശം 10 ലക്ഷം രൂപയാണ്. ഇപ്പോൾ 60 ലക്ഷം പറഞ്ഞു, അദ്ദേഹം തെറ്റി പറഞ്ഞതായിരിക്കും. ആ 10 ലക്ഷം രൂപയുടെ ആ കാര്യം ഞാൻ അവിടെ പറയാനുണ്ടായ കാരണം, ഇദ്ദേഹത്തിൻ്റെ പോലീസ് ചെയ്യേണ്ട പ്രധാനമായ ഡ്യൂട്ടികളിൽ ഒന്നായ തെഫ്റ്റ് കണ്ടെത്താൻ അവർക്ക് സമയമില്ല. നേരം വെളുത്താൽ രാവിലെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുക, എവിടെയെങ്കിലും ലോറി പോയോ, മണ്ണെടുത്തോ, ആരെങ്കിലും വീടുണ്ടാക്കുന്നുണ്ടോ, എത്ര ഫൈൻ അടിച്ചു, എത്ര FIR ഇട്ടു, ഈ കാര്യം മാത്രമാണ്. ഇപ്പം ഇന്ന് എൻ്റെ അടുത്തൊരു പരാതി വന്നിട്ടുണ്ട് ഒരു കളവ് കേസിൽ ഇദ്ദേഹം എടുത്ത നിലപാടിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ സ്പെസിഫിക് ആയിട്ട് അത് പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ പറഞ്ഞു 60 ലക്ഷത്തിൻ്റെ കേബിൾ പോയതിൻ്റെ വിരോധമാണ്, പോയത് 10 ലക്ഷത്തിൻ്റെ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒരുപാട് മുതൽ ഈ എന്താ പറയുക, കഴിഞ്ഞ 8 വർഷത്തെ കാലത്തിൻ്റെ ഇടയ്ക്ക് നിരന്തരമായി അപ്പുറത്തിരുന്ന് ഈ സംസാരിക്കുന്ന ആളുകൾ കൊടുത്ത കേസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കോടതിയിൽ നിന്ന് കോടതിയിലേക്കും സുപ്രീം കോടതിയിലും കേസ് നടത്തി പോവുക. എന്നെ സംബന്ധിച്ച് ഈ 10 ലക്ഷത്തിന് എൻ്റെ കേബിൾ എനിക്കൊരു ചോദ്യത്തിന് കൂടി മറുപടി നൽകണം. നമ്മുടെ സമയം അവസാനിക്കാറായി. എനിക്ക് തോന്നുന്നു താങ്കൾ വരും ദിവസങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുക തന്നെ ചെയ്യും. PV അൻവർ, താങ്കൾ ഈ വിഷയം മുഖ്യമന്ത്രിയുടെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താത്തത് എന്താണ്? മാധ്യമങ്ങളിലൂടെ ഇത് വെളിപ്പെടുത്തുന്നത് എന്തിനാണ്? അല്ല, ഞാൻ ഇതിനൊരുപാട് പണിയെടുത്താണ് പ്രിയപ്പെട്ട ഡോക്ടർ അരുൺ. ഞാൻ ഒരുപാട് പണിയെടുത്ത, ഞാനിതിൻ്റെ ഒരുപാട് കാര്യങ്ങളുമായി മുന്നോട്ട് പോയി കാര്യങ്ങളൊക്കെ
കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടവർ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ ചിലരൊക്കെ ഇതിൽ നിസ്സഹായരാണ്. അതെനിക്ക് ബോധ്യപ്പെട്ടതാണ്. അവരെക്കൊണ്ട് ആ നിസ്സഹായത മനസ്സിലാക്കുമ്പോൾ വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് ഈ പരാതിപ്പെട്ടിയുമായിട്ട് പോകാൻ ഞാൻ ഉദ്ദേശിച്ചതല്ല. അപ്പോൾ എൻ്റെ അടിസ്ഥാനപരമായ ഈ വെളിപ്പെടുത്തൽ, ഇപ്പോൾ അൻവർ മൗനം വെടിഞ്ഞല്ലോ എന്ന് പറഞ്ഞില്ല, എനിക്ക് ഞാൻ മൗനം വെടിഞ്ഞ എപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അൻവർ ഒന്നും പറഞ്ഞില്ല എന്ന് അപ്പുറത്ത് നവാസ് ആരാ പറഞ്ഞ് എന്നെനിക്കറിയില്ല. ശരിയാണ്, അതൊരു ഭരണകക്ഷി MLA എന്ന നിലക്ക് നമ്മൾക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിച്ചത്. ഇപ്പോഴും ഞാനിത് വെളിപ്പെടുത്തുന്നത് എൻ്റെ ദൈവത്തിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഈ സംവിധാനം, ഈ ഗവൺമെൻറ്റും എൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പാർട്ടിയും ഈ നാട്ടിൽ നിലനിൽക്കണമെങ്കിൽ ഇത് വെളിപ്പെടുത്തിയേ മതിയാകൂ എന്ന എൻ്റെ വ്യക്തിപരമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ ഒരു ചർച്ച വരട്ടെ, കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. നമുക്ക് തീർച്ചയായും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. പി വി അൻവർ MLA കാര്യങ്ങളിൽ എന്തെങ്കിലും അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നല്ലേ? അങ്ങനെയാണോ ശ്രീ പി വി അൻവർ? അദ്ദേഹം എൻ്റെ പിതാവിന് തുല്യമാണ്. അദ്ദേഹത്തിനെതിരെയുള്ള ഏത് നീക്കം, ഞാൻ ചാമക്കാലയാണെങ്കിലും അതിശക്തമായി ഞാൻ നേരിടും. ഇവിടെ ഒരു നിസ്സഹായനായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിലാണോ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ മുന്നിലാണോ? ആര് നിസ്സഹായനായത്? താങ്കൾ, അതായത് ഈ വിഷയം താങ്കൾ ഒരുപാട് പണിപ്പെട്ട് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമം നടത്തി, പക്ഷേ താങ്കൾ നിസ്സഹായനായി പോയത് ആരുടെ മുന്നിലാണ്? ഡോക്ടർ അരുൺ, എനിക്കൊരു നിസ്സഹായതയില്ല, മനസ്സിലായില്ലേ? ഈ കാര്യങ്ങൾ, ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവർ നിസ്സഹായരായി. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിസ്സഹായരായത് മുഖ്യമന്ത്രി പിണറായി വിജയനാണോ നിസ്സഹായനായത്, അതല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി ആണോ നിസ്സഹായനായത് എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല അരുൺ. ഓക്കെ, ശരി. ഞാൻ ആ പരിമിതി മനസ്സിലാക്കുന്നു. പക്ഷേ എങ്കിലും താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഇത് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാണ് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പി വി അൻവർ MLA പങ്കുവച്ചിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടണം. ഇത് താങ്കളുമായി സംസാരിച്ചത് സുജിത് ദാസ് നടത്തിയത് ചട്ടലംഘനമാണ്. അതിന് അദ്ദേഹം തീർച്ചയായും നടപടി നേരിടുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി സുജിത് ദാസ് എന്നുള്ളതും സത്യമാണ്. താങ്ക് യു ജ്യോതികുമാർ ചമക്കാല, താങ്ക് യു പി വി അൻവർ, താങ്ക് യു PK നവാസ് ചർച്ചയിൽ ചേർന്നതിന്.